എൻ്റെ പൊന്നു, ഇവള് പിന്നെയും ഫുഡ് അടിക്കുന്ന വീഡിയോ ആയിട്ട് വന്നേക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരു അടിപൊളി സ്പോട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വന്നേ. നമ്മുടെ എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള ജ്യൂസ് സ്ട്രീറ്റ് അല്ലെങ്കിൽ ഗുജറാത്തി സ്ട്രീറ്റിൽ ശാന്തിലാൽ മിഠായി വാലയുടെ ഷോപ്പ്. അവിടെ കിട്ടുന്ന സ്വീറ്റ്സ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. നല്ല പ്യുവർ ഗീൽ ഒതൻറ്റിക് ഗുജറാത്തി സ്വീറ്റ്സ് ആട്ടോ ഇവിടെ കിട്ടുന്നത്. നമ്മൾ എറണാകുളത്ത് വന്നിട്ട് കുട്ടികൾക്കൊക്കെ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ പല ബഡ്ജറ്റിലും സൈസിലും പല കോമ്പിനേഷനിലൊക്കെ ഉള്ള മിഠായിയുടെ ബോക്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ബോക്സ് അങ്ങ് മേടിച്ചുകൊണ്ട് പോയാൽ മതി. കാര്യം കുട്ടികൾക്കെല്ലാം പലർക്കും പല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ബോക്സ് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ അതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഇഷ്ടപ്പെടും. അതിൻ്റെ അകത്തെല്ലാം നല്ലതാണ്. അതുകൊണ്ട് അത് ട്രൈ ചെയ്യാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കോമ്പിനേഷൻ. അതായത് ഈ ഘാഡിയ, അതേപോലെ റോ പപ്പായയും പച്ചമുളകും കൂടെ ഉള്ള ഒരു ചട്നി, പിന്നെ ജിലേബി. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് വെച്ച് അടിക്കണം. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് എരിയും പുളിയും മധുരവും പിന്നെ ആ പക്കാവടയുടെ പപ്പടം പോലത്തെ പക്കാവടയുടെ ടേസ്റ്റ് പോലത്തെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ. എന്തായാലും ഇത് സെപ്പറേറ്റ് കഴിച്ചാൽ ഒരു ടേസ്റ്റും തോന്നത്തില്ല. മൂന്നും കൂടെ ഒന്നിച്ച് വെച്ച് കഴിച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നപ്പോൾ കുറച്ച് മുട്ടായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നില്ലേ. ചെന്ന അവിടെ വീട്ടിനകത്ത് കയറുന്ന മുമ്പ് തന്നെ അവന്മാർ തുറന്ന് അതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാൽഗോവയുടെ പല ടൈപ്പും ബാദുഷ, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മൈസൂർ പാക്കാണ്. അതിൻ്റെ ഹാർഡും സോഫ്റ്റും 2 വേർഷനും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ വീട്ടിനകത്ത് കയറിയതിന് ശേഷം നമ്മൾ നേരത്തെ അവിടെ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ ഘാഡിയയും പപ്പായയുടെ ചട്നിയും അതേപോലെ ജിലേബി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു. അത് അവന്മാർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മാത്രമല്ല ഇവിടുത്തെ ആ കടയിലെ ഫേമസ് തന്നെ കാലാ ജാമുനാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിനൊരു നോർമൽ ഗുലാബ് ജാമുൻ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ബോംബെ ഹൽവ എന്ന് പറഞ്ഞാൽ തിന്നായിട്ടുള്ള ഹൽവ. അതെനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ അവിടുത്തെ പറഞ്ഞാൽ കച്ചോരി ആയിരുന്നു. കച്ചോരി കിട്ടിയില്ല. കാര്യം ഞങ്ങൾ കട തുറന്ന് രാവിലെ ഉടനെ ചെന്നതല്ലേ. അപ്പോൾ കച്ചോരി ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് കച്ചോരി കിട്ടില്ല. അത് പിന്നെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും കഴിക്കണം. പിന്നെ അവിടുത്തെ ഡോക്ല കിട്ടി. അതും കൊള്ളായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.